അസ്സലാമുഅലൈക്കും. ബിബിതാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് വെറൈറ്റി ബിരിയാണിയാണ്. പെപ്പർ ചിക്കൻ കിഴി ബിരിയാണി. നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കും. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കിഴി ബിരിയാണിക്കുള്ള അരി നമുക്ക് വേവിക്കാൻ വെക്കാം. അതിനായിട്ട് ഞാൻ എടുക്കുന്നത് 1 കിലോ അരിയാണ്. അരി എത്രയാണോ അതിന്റെ ഇരട്ടി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 1 കപ്പ് അരിയാണെങ്കിൽ 2 കപ്പ് വെള്ളമാണ് വേണ്ടത്. കുറച്ച് ഉപ്പ്, പട്ട, ഗ്രാമ്പു, ബേ ലീഫ്, ഒരു നാരങ്ങയുടെ നീര്, കുറച്ച് നെയ്യ്, കുറച്ച് ഓയിൽ, ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം. 1 വിസിലിന് ശേഷം ഓഫ് ചെയ്യാം. പെപ്പർ ചിക്കന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1.5 കിലോ ചിക്കൻ, 3 സവാള, 2 തക്കാളി, 1/4 കപ്പ് തൈര്, മഞ്ഞൾപ്പൊടി, പെപ്പർ പൗഡർ, ഗരം മസാല, മല്ലിപ്പൊടി, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, ഉപ്പ്, പുതിന, മല്ലി അരിഞ്ഞത്. ഈ ചിക്കനിലേക്ക് നമുക്ക് മസാല യോജിപ്പിക്കാം. ആവശ്യത്തിന് ഉപ്പ്, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി 2 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ, 1/4 കപ്പ് തൈര്, നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. മസാല പിടിക്കുന്നതിനായി ഒരു 20 മിനിറ്റ് മാറ്റിവെക്കാം. പാൻ ചൂടായ ശേഷം അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇതിന് പാകത്തിനുള്ള ഉപ്പ്, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ കുരുമുളക് പൊടി,
1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അവസാനമായി തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക. മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ, കുറച്ച് മല്ലിയില, കുറച്ച് വെള്ളം എന്നിവ ചേർത്ത് നന്നായി യോജിപ്പിച്ച് മൂടി വെച്ച് 15 മിനിറ്റ് വേവിക്കാം. നമ്മുടെ പെപ്പർ ചിക്കൻ റെഡിയായി. വാട്ടിയ വാഴയിലയിൽ നമുക്ക് അല്പം നെയ്യ് തടവി കൊടുക്കാം. രണ്ട് പീസ് ചിക്കൻ വെച്ച് കൊടുക്കാം. സവാള ഫ്രൈ ചെയ്തത് വിതറി കൊടുക്കാം. കുറച്ച് പുതിനയില വിതറി കൊടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു മുട്ട ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. ചൂടായിരിക്കുന്ന ഈ ചെമ്പിലേക്ക് കിഴി ഇറക്കി വെച്ച് നമുക്ക് ദം ചെയ്യാം. ഒരു 20 മിനിറ്റ് മൂടി വെച്ച് ദമ്മാക്കി എടുക്കാം. നമ്മുടെ കിഴി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല ഇലയിൽ ദം ചെയ്തതിൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഈ കിഴി ബിരിയാണി ഇഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അധികം താമസിക്കാതെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.